നിന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യ ഹർജി തള്ളി. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. എ പത്മകുമാറിന് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുകയാണ്. ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നു. അപ്പോൾ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന് പങ്കാളിത്തമുണ്ടെന്നും മിനിറ്റ്സ് തിരുത്തതിൽ പ്രധാന പങ്കാളിയായി പത്മകുമാർ ഉണ്ട് എന്നുമാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. ആ ആരോപണം അല്ലെങ്കിൽ ആ വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം നൽകാൻ പാടില്ല എന്നും ജാമ്യം നൽകിയാൽ അത് തെളിവിനെ ബാധിക്കുമെന്നുമാണ് SIT കോടതിയിൽ വാദിച്ചത്. കോടതി അത് അംഗീകരിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിന് ജാമ്യമില്ല. കഴിഞ്ഞ നവംബർ ഫസ്റ്റ് വീക്കിലാണ് അദ്ദേഹം അറസ്റ്റിലാവുന്നത്. ഇപ്പോൾ ഡിസംബറും കഴിഞ്ഞ് ഒരു 50 ദിവസത്തോളമെങ്കിലായിരിക്കുന്നു പത്മകുമാർ ജയിലിലായിട്ട്. അദ്ദേഹത്തിന് ജാമ്യമില്ല. ലിജോ റോളൻസ് ആണ് വിവരങ്ങളുമായി. ലിജോ, പത്മകുമാറിന് ജാമ്യം നൽകേണ്ടതില്ല എന്ന് കോടതി തീരുമാനിക്കുന്നു. അപ്പോൾ എന്താണ് SIT കോടതിയിൽ പറഞ്ഞത്? കോടതി ശരിവെച്ച വാദങ്ങൾ എന്തെല്ലാമാണ്? നിഷാദെ, കോടതിയിൽ അല്പസമയത്തിന് മുൻപായിരുന്നു ഈ പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് പത്മകുമാർ ഇന്ന് കോടതിയെ സമീപിച്ചത്. ഇതിലാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. പത്മകുമാറിന്റെ ജാമ്യ ഹർജി കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ പട്ടിളപ്പാളി കേസുകളിൽ നൽകിയ ജാമ്യ ഹർജി കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെയും ഒരു പ്രതികൾക്കും കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേ നടപടി തന്നെയാണ് ഇന്ന് തുടരുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും രണ്ട് കേസുകളിലും കൂടെ ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടെ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലും ഇനി ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് പത്മകുമാറിന്റെ മുന്നിലുള്ള ലക്ഷ്യം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ നൽകിയ ജാമ്യ ഹർജികൾ കോടതി തള്ളിയിരുന്നു. പക്ഷേ വീണ്ടും ഇത്രത്തോളം റിമാൻഡ് നീട്ടിയ ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് അന്വേഷണവുമായി സഹകരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ അറിയിച്ചുകൊണ്ട് വീണ്ടും ജാമ്യ ഹർജി 2 കേസുകളിൽ നൽകിയിട്ടുണ്ട്. ഈ ജാമ്യ ഹർജി 14-ാം തീയതി പരിഗണിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞത്, ഇതിലെ 2 പ്രതികളെ വീണ്ടും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുരാരി ബാബുവിന്റെയും പോറ്റിയുടെയും റിമാൻഡ് നീട്ടുകയാണ് ചെയ്തത്. ഈ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് റിമാൻഡ് എക്സ്റ്റൻഷന് വേണ്ടിയാണ് ഹാജരാക്കിയത്. അത് വീണ്ടും നീട്ടുകയാണ് ചെയ്തത്. മറ്റൊരു കാര്യം അറിയാൻ കഴിയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, അതായത് തന്നെ രണ്ടാമത്തെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെ പ്രോസിക്യൂഷൻ ഖണ്ഡിച്ചു. കാര്യം കൃത്യമായി രേഖകൾ ഹാജരാക്കുകയും അത് മാത്രമല്ല കുടുംബത്തോട് സംസാരിക്കാനുള്ള അവസരമൊക്കെ ഒരുക്കിയതിനു ശേഷം മാത്രമായിരുന്നു ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് കടന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയിച്ചതോടുകൂടെയാണ് ആ ജാമ്യാപേക്ഷ നൽകിയത്. ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും അവരുടെ ഈ നേരത്തെ അനുവദിച്ചിരുന്ന ഒരു ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ഹാജരാക്കുകയും 14 ദിവസത്തേക്ക് കൂടെ ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് എന്താണ് ഒന്നൊന്നും പറയൂ ലിജോ. അതായത് ഈ മൊത്തം എത്ര കേസിനകത്തുണ്ട്? ഈ കേസ് ഏതാണെന്ന് പറയാമോ? അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 2 കേസുകളാണ്. ഒന്ന് എന്ന് പറയുന്നത് ഈ കട്ടിളപ്പാളികളുടെ കേസാണ്. കട്ടിളപ്പാളികളിൽ ഈ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ് പ്രധാനമായിട്ടുമുള്ളത്. ഈ മറ്റൊന്നെന്ന് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെ പീഡവുമായി ബന്ധപ്പെട്ട കേസാണ്. ഈ 2 കേസുകളിലും പ്രതിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ മറ്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഈ 2 കേസുകളിലും പ്രതിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പീഡവും മറ്റുമൊക്കെ സ്വർണം പൊതിഞ്ഞുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. കട്ടിളപ്പാളികളിൽ സ്വർണം പൊതിഞ്ഞുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്വർണം ഉരുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയ സമയത്തായിരുന്നു ഇത്തരത്തിൽ ഈ അവിടെ ഉരുക്കിയെടുത്ത സ്വർണവും മറ്റും മറിച്ച് വിറ്റു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ള പ്രധാനമായിട്ടുള്ള ഒരു കേസെന്ന് പറയുന്നത്. പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഈ കേസിലും കോടതി തള്ളുകയാണ്. വലിയ തിരിച്ചടിയാണ് പത്മകുമാറിന്.